അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. ഒരുപാട് ഉമ്മമാര്, ഉപ്പമാര്, സഹോദര സഹോദരിമാര് കമന്റിൽ വന്നിട്ട് ഞങ്ങളുടെ മക്കൾ പൊതുപരീക്ഷ എക്സാമുമായി ബന്ധപ്പെടുകയാണ്. ഒരുപാട് മക്കൾ ഉസ്താദെ ഞങ്ങൾക്ക് ടോപ്പ് പ്ലസ് വേണം, പ്രത്യേകിച്ച് ഉന്നത വിജയം വേണം, ദുആ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് മക്കളുടെ പേര്, മക്കളുടെ സ്വന്തം കാര്യമൊക്കെ പറഞ്ഞിട്ട് ദുആ വസിയത്തുകൾ എമ്പാടും കാണാം കമന്റിൽ. വലിയ സന്തോഷം തോന്നി. അല്ലാഹു സുബ്ഹാനഹു വ തആല കമന്റിൽ ആരെല്ലാം എന്തെല്ലാം ദുആകൾ പ്രത്യേകിച്ച് ഓർക്കാൻ ചേർക്കാൻ പറഞ്ഞു, അതെല്ലാം അള്ളാഹു പരിപൂർണമായി വിജയത്തിലും സലാമത്തിലുമാക്കി തരട്ടെ. നമ്മുടെ മക്കളെ, നമ്മളെ അള്ളാഹു ഇരുലോകത്തും ടോപ്പ് പ്ലസ് തന്നെ വാങ്ങുന്ന മുഅ്മിനീങ്ങളെ അള്ളാഹു ചേർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് വളരെ ജിജ്ഞാസയുള്ള എന്നാൽ വളരെ ഇമ്പോർട്ടൻസ് നിറഞ്ഞ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് വിത്ത് ഫാമിലി കൊട്ടാരക്കരയിലേക്ക് പോകേണ്ടി വന്നു. ആ യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഈ വിനീതൻ്റെ ഒരു കാഴ്ച കണ്ടു. ആ കാഴ്ച ഒരു നിലക്ക് നോക്കിയാൽ വലിയ അത്ഭുതം തോന്നി, അതോടൊപ്പം തന്നെ വലിയ വിഷമം ഒരുമിച്ച് തോന്നിയ ഒരു കാഴ്ചയാണ്. ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ സമയം വിനിയോഗിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, നമ്മൾ തമ്പനയിൽ കണ്ടതുപോലെ കുരങ്ങിൻ്റെ മുഖമുള്ള രണ്ട് മനുഷ്യരെ. അതെങ്ങനെയാണ്? ആ ഒരു കാഴ്ച എങ്ങനെയാണ്? അതിൻ്റെ അനുഭവം എങ്ങനെയാണ്? പലപ്പോഴും പ്രിയപ്പെട്ടവരെ, ഈ ഒരവസ്ഥയിലാണ് നമ്മിൽ ഭൂരിഭാഗം ആളുകളും ആയിത്തീരുന്നത്. നമ്മൾ അറിയുന്നില്ല. ഫിസിക്കലി നമ്മൾ മരണത്തിന് മുമ്പ് നമ്മുടെ ശരീരത്തിൻ്റെ, നമ്മുടെ മുഖത്തിൻ്റെ അവസ്ഥവിശേഷം, അതിൻ്റെ ചേഞ്ചിങ് അല്ലെങ്കിൽ മോന്തയുടെ ഷേപ്പ് മാറുന്നത് പലപ്പോഴും നമ്മൾ അറിയുന്നില്ല. അത് മരണത്തിന് മുമ്പാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേക ദുആ കാരണമായി ഈ ഉമ്മത്തിൽപ്പെട്ടവരുടെ കോലം മറിക്കുന്ന അവസ്ഥ മരണത്തിന് മുമ്പ് ഉണ്ടാകില്ല. പക്ഷേ ഖബറിൽ നിന്ന് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഓരോരുത്തരും അവരവരുടെ സ്വഭാവത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും വ്യത്യാസങ്ങളനുസരിച്ച് അവരുടെ ഫേസ് കട്ട് മാറും, മോന്തയുടെ ഷേപ്പ് മാറുന്നു. പച്ച മലയാളം. എല്ലാവരും ഒരേപോലെയല്ല. ഖബറിൽ വെക്കുന്നത് കഫൻ ചെയ്ത് ദഫൻ ചെയ്ത് എല്ലാം ഒരേപോലെയാണ്. പിന്നെ അവിടെ നിന്ന് റിട്ടേൺ എഴുന്നേൽക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ ലോക ജീവിതത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയെന്ന് നോക്കിയിട്ടാണ് നമ്മുടെ മുഖത്തിൻ്റെ ഷേപ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിക്കുന്നത്. ഗൗരവമുള്ള വിഷയമാണ് ഇത്. ഞാൻ പറയാനുള്ള കാരണം, പ്രിയപ്പെട്ടവരെ, ഇശായും മഗ്‌രിബും നിസ്കരിക്കാൻ വേണ്ടി, ജമ്മു ചെയ്ത് നിസ്കരിക്കാൻ വേണ്ടി ഒരു പള്ളിയിൽ കയറി പുറത്തെ പള്ളിയിലാണ് നിസ്കരിക്കുന്നത്. അകത്തെ പള്ളിയിൽ ഏകദേശം ഒന്നാമത്തെ സഫിൻ്റെ ചാരത്ത് തന്നെ എന്ന് പറയാം, രണ്ട് സഹോദരന്മാർ, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ രണ്ട് കാക്കാമാർ, തീരെ പ്രായം കുറഞ്ഞതോ പക്വതയില്ലാത്തതോ ഒരു വെളിവും ബോധവും ഇല്ലാത്തതോ ഒന്നുമല്ല. അത്യാവശ്യം ബുദ്ധിയും വിവേകവും തിരിച്ചറിയുമുള്ള, പ്രായവും പക്വതയുമുള്ള രണ്ട് മനുഷ്യന്മാർ ഒന്നാമത്തെ സഫിൽ തന്നെ ഇരുന്ന് കാലും നീട്ടിയിരുന്ന് നല്ല സ്വറവറച്ചിലാണ്, നല്ല സംസാരമാണ്. സംസാരം ആത്മീയ സംസാരമല്ല എന്ന് നമുക്ക് കാഴ്ചയിൽ തന്നെ മനസ്സിലാകും. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ചിരിച്ച് അങ്ങനെ തോളിലൊക്കെ തല്ലിയിട്ട് അങ്ങനെ ദുനിയാവ് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എവിടെ ഉള്ളത്? അള്ളാഹിൻ്റെ പള്ളിയിൽ ഏത് ഭാഗത്താണ്? അള്ളാഹുവിൻ്റെ പള്ളിയിൽ കയറുന്ന മുഅ്മിനീങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ അള്ളാഹു മലക്കുകളെ നിയോഗിക്കുമെന്ന് പറഞ്ഞ ഒന്നാം സഫിൻ്റെ ആ ഭാഗത്ത് തന്നെ ഇരുന്നിട്ടാണ് രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കുക. യഥാർത്ഥത്തിൽ അകത്തെ പള്ളിയിൽ ഒരാൾക്ക് നിസ്കരിക്കാൻ പോലും പറ്റില്ല. ആ ഒരവസ്ഥയിൽ സംസാരം നടന്നുകൊണ്ടിരിക്കുക, ചിരി നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ബാങ്ക് കൊടുക്കേണ്ട ടൈം വന്നു. ബാങ്ക് കൊടുക്കാൻ വേണ്ടി മുഅദ്ദിൻ വന്നപ്പോൾ ബാങ്ക് തുടങ്ങി. അതിൻ്റെ സ്റ്റാർട്ടിങ് ഉണ്ടല്ലോ, ബാങ്ക് തുടങ്ങാം, മൈക്കൊക്കെ ഓൺ ചെയ്തിട്ട് ബാങ്ക് തുടങ്ങി. അപ്പോൾ ഒരല്പനേരം ഒന്ന് പെൻഡിങ് വെച്ചു. ബാങ്ക് തുടങ്ങി, വീണ്ടും സംസാരം തുടങ്ങി. എന്നാലോചിച്ച് നോക്കിയ പ്രിയപ്പെട്ടവർ, ഇതിൽ നിന്ന് നമുക്ക് വലിയൊരു പാഠമുണ്ട്. ഇവിടെ ഇരട്ടി തിന്മയാണ് സംഭവിക്കുന്നത്. ഒന്ന് മസ്ജിദിൽ അള്ളാഹുവിൻ്റെ പള്ളിയിൽ വെച്ചുള്ള ദുനിയവിയായ സംസാരം, മറ്റൊന്ന് ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരം. ഇത് രണ്ടും ഡേഞ്ചറാണ്. അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ, ഈ ലോക ജീവിതത്തിലും മരണത്തിലും പിന്നെ ഖബറിലും മഹ്ശറിലും സംഭവിക്കാൻ പോകുന്ന ഡാമേജ്, ഈമാനിൻ്റെ ഡാമേജ്, നമ്മുടെ വിജയത്തിൻ്റെ ഡാമേജ്, അത് കയ്യും കണക്കില്ല. ഇത് ഗൗരവമുള്ള വിഷയമാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മുസ്ലിമീങ്ങളായി കാക്കാമാരായ ആളുകൾ ഇങ്ങനെ ജീവിക്കുന്നുണ്ടെങ്കിൽ പോലും ഞാൻ എൻ്റെ നഫ്സിനോട് പറയാൻ, നമ്മുടെ ഓരോരുത്തരുടെയും നഫ്സിലേക്ക് ചിന്തിക്കാൻ വേണ്ടി പറയാൻ,
അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ പോലും ചില സമയങ്ങളിലുള്ള ദുനിയാവിൻ്റെ ചില സംസാരങ്ങൾ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീൻ വെറുത്ത ചില സമയങ്ങളാണ്. അവിടെ സംസാരിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ മസ്ജിദ്, പള്ളികൾ, അത് ദിക്റുല്ലാഹ്, അള്ളാഹിൻ്റെ ദിക്ർ, അള്ളാഹിൻ്റെ ദീനിൻ്റെ ഇൽമ്, ഇതൊക്കെ പറയാനും പഠിക്കാനുമുള്ള സ്ഥലമാണ്. ആ സ്ഥലത്ത് വെച്ച്, അള്ളാഹിൻ്റെ വീട്ടിൽ വെച്ച് ദുനിയാവിൻ്റെ സംസാരവും ചിരിയും വർത്താനവും, അവിടെ വെച്ച് രാഷ്ട്രീയം, അവിടെ LDF UDF ഇങ്ങനെയുള്ള ചർച്ചാ വിഷയങ്ങളൊക്കെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ മസ്ജിദിൽ അത് നിസ്കരിക്കുന്ന ആളുകൾക്ക് പ്രയാസകരമാകുന്ന തരത്തിൽ, അവർക്ക് തശ്വീഷ് ഉണ്ടാകുന്ന തരത്തിൽ നടക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്നറിയോ? അത്തരക്കാർ യഖ്റുജൂന മിനദ്ദുനിയ ബിഗൈരി ഈമാൻ, ഈമാനില്ലാതെ ഈ ലോകത്ത് നിന്ന് ചത്തുപോകേണ്ടവരാണ്, മരിക്കേണ്ടവരല്ല. കാരണം അവർക്ക് ഈമാൻ കിട്ടാൻ യാതൊരു സാധ്യതയുമില്ലാത്തവരാണ്. സംഭവിച്ചു പോയാൽ ഉടൻ സഡൻ തൗബ ചെയ്ത് ഇനി ഒരിക്കലും ചെയ്യൂല, അല്ലാഹ് മാപ്പ് തരണേ അല്ലാഹ് എന്ന് കൽബ് കരയാതെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പൊ ഈമാനില്ലാതെ മരിക്കണം. മരിച്ചാൽ മാത്രം പോരാ, അത്തരക്കാർ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്നത് അവരുടെ മുഖം, അവരുടെ ഫേസ് കട്ട് ഒന്നുകിൽ നായയുടെ ഫേസ് കട്ടാകും, നായയെ പോലെ, അല്ലെങ്കിൽ പന്നിയെ പോലെ, അല്ലെങ്കിൽ കുരങ്ങിന്റെ മുഖമായിട്ട് മാറിയിട്ടുണ്ടാകും. അങ്ങനെയാണ് അവർ മഹ്ശറിലേക്ക് വരുന്നത് എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ടവരെ പറയാൻ. ആലോചിച്ച് നോക്ക്, ഇതാരെങ്കിലുമല്ല, ഇതാരുടെയെങ്കിലും ജീവിതത്തിൽ ഉണ്ടാകുന്നതല്ല, അള്ളാഹുവിൻ്റെ മസ്ജിദിൽ വരുന്നവർക്ക് സംഭവിക്കുന്ന വലിയ പാളിച്ചയാണ്. ഇതൊന്ന് സർവ്വസാധാരണമായി, ഇത് ആലിമീങ്ങൾക്കത് തിരുത്താൻ പോലും അവസരങ്ങളില്ലാത്ത അവസ്ഥ, തിരുത്തിയാൽ വലിയ ഫിത്നയും ഫസാദും ഉണ്ടാകുന്ന അവസ്ഥ, ഒരുപക്ഷെ ആ തിരുത്തലോടുകൂടെ അവിടെ നിന്ന് ജോലി ഖിദ്മത്ത് റിസൈൻ ചെയ്തു പോകേണ്ട അവസ്ഥ, അങ്ങനെ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുകയാണ്. ഇതിനെ സമൂഹത്തിലെ ഉമറാക്കൾ, ഉലമാക്കൾ നിസ്സാരവൽക്കരിച്ചാൽ പ്രിയപ്പെട്ടവരെ ഈമാൻ കയ്യിൽ നിന്ന് പോകുന്ന ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് മൻ തകല്ലമ ബികലാമി ദുനിയ ഫിൽ മസ്ജിദ്, പള്ളിയിൽ ദുനിയാവിൻ്റെ സംസാരം, മൻ തകല്ലമ ബികലാമി ദുനിയ ഇൻദൽ അദാൻ, ബാങ്ക് വിളിക്കുമ്പോഴുള്ള ദുനിയാവിൻ്റെ സംസാരം. സഹോദരിമാരടക്കം ഗൗരവത്തോടെ മനസ്സിലാക്കണം, ഞങ്ങൾ പള്ളിയിൽ പോകുന്നില്ല, ഞങ്ങൾക്ക് വിഷയമില്ല, ഒരു കണക്കിന് നിങ്ങൾക്കതിൽ ഒരുപാട് ഖൈറുകൾ കിട്ടുന്നുണ്ടെങ്കിലും ബാങ്ക് വിളിക്കുമ്പോഴുള്ള സംസാരത്തിൽ സഹോദരിമാരും അത്യാവശ്യം പെട്ടുപോകുന്നുണ്ട്. എത്ര ഫോൺ കോൾ ആണെങ്കിലും ഡിസ്കണക്ട് ചെയ്യണം. ബാങ്ക് വിളിക്കുകയാണ്, ഞാൻ പിന്നെ വിളിക്കാം. മരിച്ച വിവരം പറയുന്നതാണെങ്കിൽ പോലും മയ്യത്തെടുക്കുന്നതിനും അവിടെ ചെല്ലാൻ പറ്റും. ഒരു 2 മിനിറ്റല്ലേ പ്രിയപ്പെട്ടവരെ പെൻഡിങ്ങിൽ വെക്കുന്നത് അള്ളാഹുവിന് വേണ്ടി, നമ്മുടെ ഈമാനിൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി, നമ്മുടെ പരലോകത്തിൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി അത് നിർബന്ധമായും പരിഗണിക്കുന്നൊരവസ്ഥ തീർച്ചയായിട്ടും ഉണ്ടാകണം. ഇതൊന്നും ചർച്ച ചെയ്യപ്പെടാനും ഇതൊന്നും പറയാനും കേൾക്കാനും ഉമ്മത്തിന് ഇഷ്ടമല്ലാത്ത ഒരു കാലമാണ്. അതുകൊണ്ട് നിർബന്ധമായി ഇതിൻ്റെ ഗൗരവം നമ്മൾ അറിയണം. ഉസ്താദന്മാർ അതിൽ അത്യാവശ്യം ജാഗ്രത പാലിക്കണം. ഇതിൽ പലപ്പോഴും ആലിമീങ്ങൾ പോലും വിശേഷങ്ങൾ പറഞ്ഞ്, വർത്തമാനങ്ങൾ പറഞ്ഞ്, പരിചയങ്ങൾ പുതുക്കി, അങ്ങനെ സംസാരം തമാശയും ചിരിയൊക്കെ പറഞ്ഞ് പോകുന്ന അവസ്ഥയിൽ ആലിമീങ്ങൾ പെട്ടുപോകുന്നുണ്ട്, ഉമറാക്കൾ പെട്ടുപോകുന്നുണ്ട്. ജമാഅത്ത് കമ്മിറ്റി, ഞാൻ ജമാഅത്തിന്റെ കമ്മിറ്റിയിലെ വലിയ കേമനായ ആളാണ്, ഞാൻ പള്ളിയിലെ വലിയ ഖാദിയായ വലിയ ഖതീബാണ്, എനിക്ക് എന്ത് ദുനിയാവും പള്ളി പറയാം എന്ന് വിചാരിച്ചാൽ അത് ഏറ്റവും വലിയ ജഹാലത്താണ്, യാതൊരു പക്വതയില്ലാത്തതിൻ്റെ അടയാളമാണ്. ഒരാൾക്കും പള്ളി പരിപാലിക്കാൻ അധികാരമുണ്ട്, പള്ളിയിൽ ഇമാമത്ത് നിൽക്കാൻ യോഗ്യതയുണ്ടെങ്കിൽ അധികാരമുണ്ട്. പക്ഷെ പള്ളിയിൽ ദുനിയാവ് പറയാനുള്ള അധികാരം അള്ളാഹുവിൻ്റെ ദീൻ തന്നിട്ടില്ല. അതിന് ഗൗരവത്തോടുകൂടെ പ്രിയപ്പെട്ടവരെ നമ്മൾ കാണുക തന്നെ വേണം. പലപ്പോഴും ജുമാ നിസ്കാരം കഴിയുമ്പോൾ വേദന തോന്നുകയാണ്, പ്രയാസം തോന്നുകയാണ്. ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് കുറച്ച് മുഅ്മിനീങ്ങൾ അവർ സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി, ജുമാ ദിവസമല്ലേ, അവർക്ക് സുന്നത്ത് തർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടിയാൽ പിറകു ഭാഗത്ത്, ബാക്ക് ഭാഗത്ത് നിന്ന് തഴവോസ്താദ് പറഞ്ഞതുപോലെ ഫിഷ് മാർക്കറ്റ് പോലെ, മീൻ ചന്ത പോലെ കലബില കലബില എന്നുള്ള ഇങ്ങനെ ശബ്ദവും വർത്തമാനവും ഇങ്ങനെ ആരവം പോലെ കേൾക്കുകയാണ്. എത്ര വേദനയുണ്ട് അത്. നിസ്കരിക്കാൻ, സുന്നത്ത് നിസ്കരിക്കാൻ കൈകെട്ടിയ മനുഷ്യന്റെ കാതിലൂടെ കേൾക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും വോയിസ്, അത് അള്ളാഹുവിൻ്റെ മുന്നിൽ പ്രിയപ്പെട്ടവരെ തെറി പറയൽ മാത്രമല്ല, ഒരാളെ വഴക്ക് പറയൽ മാത്രമല്ല, നുണ പറയൽ മാത്രമല്ല, നിസ്കാരക്കാരന്റെ കാതിലൂടെ നമ്മൾ കേൾപ്പിച്ചു കൊടുക്കുന്ന നമ്മുടേതായി കേൾക്കുന്ന വോയിസ്, അത് എന്ത് കാര്യമാണെങ്കിലും, ദീനാണെങ്കിൽ പോലും അത് ഹറാമിന്റെ ഹുക്കുമാണ്, നിഷിദ്ധമാണ്, അത് തിന്മയാണ്.
അപ്പോൾ സാധാരണ സ്വറ പറച്ചിലും ജുമാഅ് കഴിയുമ്പോൾ ഭയങ്കരമായ എന്താ പറയാ പ്രിയപ്പെട്ടവരെ, ഭയങ്കര ഒരു ആരവം മുഴങ്ങുന്ന ശബ്ദമാണ്. എല്ലാവരും അങ്ങനെ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ്. കുറേ കേമന്മാര് സുന്നത്ത് നിസ്കാരം ഒന്നും ഉണ്ടാവില്ലല്ലോ, പുറത്തേക്ക് ഇറങ്ങണ്ട, പള്ളിയിൽ നിന്ന് തന്നെ സംസാരം തുടങ്ങിയാൽ വലിയ ബഹളങ്ങൾ കേൾക്കുകയാണ്, പലപ്പോഴും ചിരികൾ കേൾക്കുകയാണ്. അവർ മുസ്ലിമീങ്ങളായി മരിക്കാം എന്ന് വിചാരിച്ച് ബറാഅത്തിനൊരു മുസല്ലം വിരിച്ചിരിക്കണ്ട, അള്ളാഹിനോട് തൗബ ചെയ്ത് ഇനി അങ്ങനെ ഉണ്ടാകില്ല പടച്ചവനെ എന്നുള്ള ഒരു പുതിയ ജീവിതത്തിലേക്ക് കരാറെടുത്തില്ലെങ്കിൽ വലിയ നാശമാണ്. ഒരിക്കലും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഒരാൾ പള്ളിയിൽ നിന്ന് ദുനിയാവ് സംസാരിക്കുന്നത് നിസ്സാരമാക്കിയാൽ അത് ആ സെക്കൻഡിൽ ഹറാമ് മാറിയിട്ട് വൻപാപമാകും, വലിയ പാപമായിട്ട് മാറും. ഗൗരവമുള്ള വിഷയമാണ്. അത് ഹജ്ജ് ചെയ്താൽ പൊറുക്കപ്പെടുന്ന തിന്മയല്ല, അതിനേക്കാൾ ഗൗരവമാണ്. അതുകൊണ്ട് ഒരിക്കലും പ്രിയപ്പെട്ടവരെ, നമ്മൾ അള്ളാഹുവിൻ്റെ മസ്ജിദിന്റെ പരിസരമാണെങ്കിൽ പോലും നിസ്കാരക്കാർക്ക് പ്രയാസമുണ്ടാകുന്ന തരത്തിൽ ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ടൊക്കെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ സാധാരണ ഈ വോയിസ് കൂട്ടിയിട്ട് നിസ്കാരക്കാർ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉറക്ക ഖുർആൻ ഓതുക, ഉറക്ക ദ്വാരക്കുക, അവർക്ക് തശ്വീശുണ്ടാകുന്ന തരത്തിൽ അതെല്ലാം ശ്രദ്ധിച്ച് ആലിമീങ്ങളും ഉമറാക്കളും എല്ലാം കൈകാര്യം ചെയ്യേണ്ടതാണ്. തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇത് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സയകൂനു ഫി ആഖിരി സമാനി ഖൗമുൻ, ആഖിറു സമാനിൽ ഒരു വിഭാഗം രംഗത്തേക്ക് വരാൻ പോവാണ്. വരും യജ്ലിസൂന ഫിൽ മസ്ജിദ്, അവർ പള്ളിയിലിരിക്കും, സംഘമായിട്ടിരിക്കും. അങ്ങനെ ഇരുന്നാൽ പലപ്പോഴും അവർ വരുന്നുണ്ട് പള്ളിയിലാണ് നിക്കാഹ്. നല്ല കാര്യമാണ്. ഇപ്പോൾ ഒരുപാട് നിക്കാഹുകൾ പള്ളിയിൽ നടക്കുന്നുണ്ട്, ഒരു പരിധിവരെ നല്ലതാണ്. പക്ഷെ പള്ളിയും അലങ്കോലപ്പെടുന്ന അവസ്ഥ. പള്ളിയിൽ നിക്കാഹിന് വന്നിട്ട് ഇങ്ങനെ അവിടെ വെച്ചാണല്ലോ ഒരുപാട് പഴയകാല സുഹൃത്തുക്കളെയും ബന്ധുക്കളെയൊക്കെ കാണുന്നത്, അവിടെ വെച്ചിട്ട് ഇങ്ങനെ വിശേഷം പറയുക. അതിനിടയിൽ LDF, അതിനിടയിൽ UDF, അതിനിടയിൽ പഞ്ചായത്ത്, എല്ലാ ചർച്ച ഇങ്ങനെ വരും. അള്ളാഹുവിൻ്റെ മസ്ജിദിൽ വെച്ചിട്ട് വിവാഹത്തിന്റെ നിക്കാഹിന്റെ പേര് പറഞ്ഞ് ആ സുന്നത്തിന് വേണ്ടി ഉമ്മത്ത് തിന്മകൾ ചെയ്യുന്ന, കടുത്ത തെറ്റുകൾ ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ പോവുക. ഒരു മയ്യത്ത് നിസ്കാരത്തിന് പള്ളിയിൽ വന്ന് ഒരുമിച്ച് കൂടിയാൽ അവിടെ ഇങ്ങനെ മയ്യത്ത് വരുന്നവരെ സംസാരിക്കുക, അത് കഴിഞ്ഞിട്ട് സംസാരിക്കുക. ഗൗരവമുള്ള വിഷയമാണ്. ആരെങ്കിലും വിശേഷങ്ങൾ ചോദിച്ചു വരുമ്പോൾ കൈ പിടിച്ചിട്ട് വഖഫിന്റെ മണ്ണിൽ നിന്ന്, ആ ഭാഗത്ത് നിന്ന്, വഖഫിന്റെ ഭൂമിയിൽ നിന്ന് ഇറങ്ങാം. പള്ളിയുടെ അകത്താണെങ്കിലും വഖഫ് ചെയ്യാത്ത സ്ഥലം ഉണ്ടാവുമല്ലോ, അങ്ങോട്ട് മാറി നിന്നിട്ട് സംസാരിക്കുക. സംസാരിപ്പിക്കാൻ നമ്മൾ കാരണമാകാതെ നമ്മൾ വിശേഷങ്ങൾ ചോദിച്ചിങ്ങനെ വർത്തമാനം പറയാം ഉണ്ടാകരുത്. പുറത്താണെങ്കിൽ സജീവമാക്കുക. പള്ളിക്കകത്ത് വഖഫിന്റെ ആ ബൗണ്ടറിക്കകത്ത് പ്രിയപ്പെട്ടവരെ പ്രത്യേകം ശ്രദ്ധിക്കണം. മുഴങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പള്ളിയിൽ അങ്ങനെ സംഘമായിട്ടിരുന്നിട്ട് ആളുകൾ വർത്തമാനം പറയുന്ന ഒരു ഖൗമ് വരാനുണ്ട്. ഫലാ തുജാലിസുഹും, അവരുടെ കൂടെ നിങ്ങൾ ഇരിക്കാൻ പാടില്ല. നിങ്ങൾ പറയാൻ പാടില്ല എന്നല്ല, നിങ്ങൾ സംസാരിക്കാൻ പാടില്ല എന്നല്ല, അതേതായാലും പറ്റൂലല്ലോ. നിങ്ങൾ അവരുടെ കൂടെ ഇരിക്കാൻ പാടില്ല എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടോ ഫഇന്നഹു ലൈസ ലില്ലാഹി ഫീഹിം ഹാജ, അവരുടെ കാര്യത്തിൽ അള്ളാഹ്ക്ക് ഒരു ആവശ്യവുമില്ല, അള്ളാഹ്ക്ക് അവരെ വേണ്ട, അള്ളാഹ് കൈവിട്ട കൗമാണ് അവരുടെ കൂടെ ഇരുന്നു പോകരുത് എന്ന് പുണ്യ റസൂൽ. അൽ ഹദീസു ഫിൽ മസ്ജിദി യകുൽ ഹസനാത്ത്, പള്ളിയിലുള്ള സംസാരം നിങ്ങളുടെ നന്മയെ തിന്നുകളയും. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദാഹരണം പറഞ്ഞത്, കന്നുകാലികൾ പുല്ല് തിന്ന് നശിപ്പിക്കുന്നത് പോലെ നമ്മുടെ അമലിനെ നശിപ്പിച്ചു കളയും പള്ളിയിലുള്ള സംസാരം. ആലോചിച്ച് നോക്കി, 40 കൊല്ലത്തെ ഇബാദത്ത് അതിന്റെ കൂലി നഷ്ടപ്പെടും, 40 കൊല്ലത്തെ അമല് മുറിഞ്ഞു പോകുന്നൊക്കെ അവിടെ പലപ്പോഴും പിന്നെ ഹദീസ് എന്നൊക്കെ എഴുതിയിട്ട് വെച്ചിട്ടുണ്ടാവും. നമ്മൾ അതിന്റെ താഴെ ഇരുന്നിട്ടായിരിക്കും. നല്ല വർത്തമാനമാണ്, ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഇനി അത് വേണ്ട, പാടില്ല, മിണ്ടാതിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും നന്മ ഉപദേശിച്ചാൽ, ഒരു ഉസ്താദ് പറഞ്ഞാൽ, ഒരു വെള്ളിയാഴ്ച പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങളൊന്നും ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ, പിന്നെ ഈ സംസാരിച്ച് കാക്കന്മാരുടെ അടുത്ത പണി എന്താണെന്നറിയോ, ഈ മൊയ്ലിയാരെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് മാറ്റാൻ പറ്റുമെന്നാ. ഇനി അടുത്തവരുടെ കളി അതാണ്, ഈ പുള്ളിനെ മാറ്റണം, എങ്കിലും ഞാൻ നന്നാവില്ല അമ്മാവെന്ന് പറഞ്ഞില്ലേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആർക്കും നഷ്ടപ്പെടാനില്ല, അവരവർക്കാണ് നഷ്ടമുണ്ടാകുന്നത്. ഇത് ഈമാനിൻ്റെ നഷ്ടമാണ്. അതുകൊണ്ട് ഒരിക്കലും പ്രിയപ്പെട്ടവരെ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ഈ ലോകത്തെ അള്ളാഹു നൽകിയിരിക്കുന്ന മനോഹരമായി നമ്മുടെ മുഖത്തിൻ്റെ ഷെയ്പ്പ് മാറിപ്പോകുന്ന, ഈമാൻ കിട്ടാതെ കലിമ ചൊല്ലാൻ പറ്റാതെ മരിക്കേണ്ടി വരുന്ന ഗൗരവമുള്ള വിഷയമാണ് ബാങ്ക് വിളിക്കുമ്പോൾ. അതേപോലെ പള്ളിയിൽ വെച്ചുള്ള സംസാരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു കൊടുക്കണം. ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് ഖൈർ കിട്ടി. പള്ളിയിൽ സംസാരിക്കേണ്ട ഉമ്മമാർക്കൂടെ പള്ളിയിൽ യഥേഷ്ടമായിരുന്നെങ്കിൽ എന്ന് ആലോചിച്ച് നോക്കി. സംസാരത്തിൻ്റെ അയ്യറുകളിയോ, പിന്നെ ഭയങ്കര വർത്താനം, കല്യാണ വീടൊക്കെ പോലെ. അല്ലാഹു കാക്കട്ടെ, ആ ഒരു ഭാഗ്യം നൽകിയിട്ടുണ്ട്. പക്ഷേ വാങ്ക് വിളിക്കുമ്പോഴുള്ള ശ്രദ്ധ അവർക്കും അനിവാര്യമാണ്.
അപ്പോൾ ഇന്നു മുതൽ നമ്മളൊരു പുതിയ ലൈഫ് സ്റ്റൈൽ നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോവുകയാണ്. വാങ്ക് വിളിക്കുമ്പോഴും അള്ളാഹിൻ്റെ പള്ളിയിൽ കയറിയാലും പിന്നെ ദുനിയാവില്ല, ദുനിയാവിൻ്റെ സംസാരമില്ല. ഖുർആൻ ഓതുക, മുസ്ഹഫ് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണെങ്കിലും നിങ്ങൾ ആ ഖുർആൻ മുസ്ഹഫ് ക്ലോസ് ചെയ്യണമെന്നാണ്. അള്ളാഹിൻ്റെ കലാമാണ്. അള്ളാഹിൻ്റെ വർത്താനം പോലും വാങ്ക് വിളിക്കുമ്പോൾ നിർത്തലാണ് ഏറ്റവും നല്ലത്. ക്ലോസ് ചെയ്യണം, വാങ്ക് വിളിച്ചതിന് ശേഷം തുടങ്ങണം. ഏറ്റവും മനോഹരമാണ്. അപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്കിടയിൽ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ പരിചയക്കാർക്കിടയിൽ, നമ്മുടെ നാട്ടുകാർക്കിടയിൽ കുരങ്ങിൻ്റെ മോന്തയുമായി ജീവിക്കുന്നവർ, അല്ലെങ്കിൽ ഇനി നാളെ ആഖിറത്തിൽ വരേണ്ടി വരുന്നവർ, അല്ലെങ്കിൽ നായയുടെ രൂപത്തിലേക്ക് മാറിപ്പോകുന്ന, നമ്മളൊക്കെ പലപ്പോഴും പിന്നെ ചൂടായിട്ട് വിളിക്കുന്ന ഓരോ കോലത്തിലേക്കൊക്കെ നമ്മൾ മാറിപ്പോകുക എന്ന് പറയുന്നത്, അതും ഈമാനില്ലാതെ ഈ ലോകത്ത് നിന്ന് ജീവൻ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകുക എന്ന് പറയുന്നത് വലിയ പരാജയമാണ്. ഒരിക്കലും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അത് പ്രത്യേകിച്ച് നമ്മൾ ഒരു തിരിച്ചറിവിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു വരണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് എൻ്റെ നഫ്സിനോടും നിങ്ങളോടും. അൽഹംദുലില്ലാ, ക്ലാസ് പരമാവധി കേൾക്കണം. ഒരുപാട് മുഅ്മിനീങ്ങൾക്ക് അതൊന്ന് ഷെയർ ചെയ്തു കൊടുക്കണം. പലപ്പോഴും ഉസ്താദുമാരെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം പറയുന്നതിന് പോലും പലപ്പോഴും പരിമിതികളുണ്ട്, ഭയപ്പാടുകളുണ്ട്. കാരണം അതൊക്കെ വലിയ വമ്പൻ ഖിലാഫത്തും വമ്പൻ ഫിത്തനയുമാകാനൊക്കെ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് മഹല്ല് ഗ്രൂപ്പുകളിലേക്കൊക്കെ സജീവമായിട്ട് അള്ളാഹുവിൻ്റെ പള്ളിയിൽ, അത് കമ്മിറ്റി ആണെങ്കിലും മൊയ്ലാരാണെങ്കിലും, ദുനിയവിയായ സംസാരം, ആ പരിപാടി നിർത്താൻ വേണ്ടി നല്ല ഈമാനുള്ള ചെറുപ്പക്കാർ അവരൊക്കെ മുങ്ങിയെടുക്കണം ഇതിനകത്ത്. ഇവിടെ പറ്റില്ല എന്ന് പറയാൻ പറ്റണം, തിന്മകൾ തടയാൻ പറ്റണം. അതാണ് ഏറ്റവും വലിയ ചങ്കൂറ്റം. പ്രശ്നമുണ്ടാക്കാനല്ല, പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ, ഒരു മനുഷ്യന്റെ ഈമാൻ നഷ്ടപ്പെടാതിരിക്കാൻ. അതിനല്ലേ നമ്മുടെ പ്രയത്നം. അള്ളാഹു സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരമാവധി ക്ലാസ് കേൾക്കണം, കമൻറ്റുകൾ രേഖപ്പെടുത്തണം, ഒരുപാട് പേർക്ക് ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്ത ഒരു വിജ്ഞാനത്തിൻ്റെ നുറുങ്ങുവട്ടമായി ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.